ഹോർമുസ് അമേരിക്കൻ കപ്പലുകൾക്ക് അതിപ്രഹരം. കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായിട്ട് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ പരം വലിയൊരു പരാജയം ഇനി അമേരിക്കയ്ക്ക് ഹോർമുസിൽ കിട്ടാനില്ല എന്ന് വേണം പറയാൻ. അതായത് യുദ്ധസന്നാഹങ്ങളും വലിയ രീതിയിലുള്ള കപ്പൽ പടകളുമായിട്ടെല്ലാം അവിടെ നിലയുറപ്പിച്ച് നിന്ന അമേരിക്കയ്ക്ക് ആദ്യം തൊട്ടേ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണമായിരുന്നു ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ അതുവഴി കടന്നു പോകാൻ വന്ന കപ്പലിനെ ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. എന്നാൽ അമേരിക്കൻ കപ്പലുകൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും തിരിച്ചടിച്ചതായും US അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് അവകാശപ്പെടുമ്പോഴും വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ കോപാഗ്നിയിൽ അമേരിക്ക ആകെ ഉരുണ്ടുമറിയുകയാണ്. തങ്ങളുടെ എണ്ണ ടാങ്കറിന് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് തിരിച്ചടിച്ചത് എന്നാണ് ഇറാന്റെ നിലപാട്. തങ്ങളുടെ ആക്രമണത്തിൽ അമേരിക്കൻ കപ്പലുകൾ ഗണ്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഇറാനിലെ പ്രധാന തുറമുഖ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസ്, കിഷേം ദ്വീപ് എന്നിവിടങ്ങളിൽ രാത്രിയിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്തൽ നിലവിലുണ്ട് എന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ഇറാൻ ഉടൻ കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഇതിലും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ ജാക്ക് സ്പോട്ടിന് സമീപത്ത് വെച്ച് എണ്ണ ടാങ്കറിന് നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് US കപ്പലുകളെ ലക്ഷ്യം വെച്ചത് എന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് നാവിക കമാൻഡ് എക്സിലെ കുറിപ്പിലൂടെ അവകാശപ്പെട്ടത്. കപ്പൽ വേദ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ച് US കപ്പലുകൾക്ക് നേരെ സംയോജിത ആക്രമണമാണ് നടത്തിയത് എന്നും ഇറാൻ പറയുന്നു. വലിയ രീതിയിലുണ്ടായ ഈ ആക്രമണത്തിൽ അമേരിക്കൻ കപ്പലുകൾക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്നും ഹോർമുസ് കടലിടുക്കിൽ നിന്ന് US സേന വേഗത്തിൽ പിന്മാറിയെന്നും IRGC വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് ഇന്റലിജൻസ് നിരീക്ഷണവും വിവരങ്ങളും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഒമാൻ ഉൾക്കടലിൽ MT ഹസ്ന എന്ന ഇറാൻ പതാക വെച്ച് എണ്ണ ടാങ്കറിന് നേരെ ബുധനാഴ്ച അമേരിക്കൻ നാവികസേന വെടിയുതിർത്തിരുന്നു. മേഖലയിലെ അമേരിക്കൻ സേനയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എണ്ണ ടാങ്കർ തയ്യാറല്ല എന്ന് ആരോപിച്ചായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായിട്ടുള്ള നാവിക ഉപരോധത്തിന്റെ ഭാഗമായിട്ടുള്ള അമേരിക്കൻ നടപടി. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ ധാരണകൾക്കിടയിലാണ് വീണ്ടും ഇത്തരം സൈനിക സംഘർഷങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതകളിൽ ഒന്നായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലുണ്ടായ ഈ ഒരു വിനാശകരമായിട്ടുള്ള ഏറ്റുമുട്ടൽ ആഗോള സാമ്പത്തിക മേഖലയും വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ നേരത്തെ തന്നെയുള്ള യുദ്ധ സാഹചര്യങ്ങൾക്ക് പുറമെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു നേരിട്ടുള്ള കടൽ ആക്രമണങ്ങൾ നടന്നത്. സാമ്പത്തിക വിപണിയിൽ എണ്ണവില വർദ്ധിക്കാനും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനും ഇത്തരം സൈനിക നീക്കങ്ങൾ ഭാവിയിൽ കാരണമായേക്കാം. ഉടൻ തന്നെ പുതിയൊരു സമാധാന കരാറിലെത്താൻ ഇറാൻ തയ്യാറല്ല എങ്കിൽ കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യ ഭീഷണിയെ കൂടി ഉയർത്തിയുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലാകെ സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമാകുകയാണ്. ഇറാൻ ഇപ്പോൾ സകല നിയന്ത്രണങ്ങളും വിട്ട് അമേരിക്കയ്ക്ക് നേരെ ആഞ്ഞടിക്കുന്ന ഒരു ശൈലിയാണ് ഹോർമുസ് കടലിടുക്കിൽ കാണിക്കുന്നത്. അമേരിക്കയുടെ നീക്കങ്ങൾക്കൊന്നും ഇറാന്റെ ഈ ഒരു കപ്പലിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. സാധാരണയായി അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിൽ കണ്ടാൽ മറ്റു രാജ്യങ്ങൾ ജാഗ്രത പാലിക്കാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ഇറാൻ നേരിട്ട് മിസൈലുകളും ഡ്രോണുകളും അമേരിക്കൻ ഡിസ്ട്രോയിഡുകൾക്ക് നേരെ തൊടുത്തുവിടുകയും ചെയ്യുന്നു. നിങ്ങൾ വന്നാൽ ഞങ്ങൾ അടിക്കുമെന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. അമേരിക്കൻ കപ്പലുകൾ മിസൈലുകളെ തകർക്കുന്നുണ്ട് എങ്കിലും ഇറാന്റെ ആക്രമണ വീര്യം കുറയ്ക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അമേരിക്ക കരാറുകളെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഇറാൻ കടലിൽ തീയുണ്ടാക്കാൻ ഉതിർക്കുകയാണ്. ഇത് അമേരിക്കയുടെ നീക്കങ്ങൾ ഫലപ്രദമാക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന അമേരിക്കയുടെ 3 അത്യാധുനിക യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ സേനയുടെ ആക്രമണം ഉണ്ടായത്. ഇത് അമേരിക്കയെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ലോകോത്തര നിലവാരമുള്ള 3 US കപ്പലുകളും വിജയകരമായിട്ട് തന്നെ ആക്രമണങ്ങളെ നേരിട്ട് മുന്നോട്ട് പോയെന്ന് അദ്ദേഹം പ്രതികരിച്ചു. US സേനയ്ക്ക് യാതൊരുവിധ കേടുപാടുകളും പറ്റിയിട്ടില്ല എങ്കിലും ആക്രമണം നടത്തിയ ഇറാൻ സേനയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ട്രംപ് ഇത് അവകാശപ്പെടുമ്പോഴും അമേരിക്കയ്ക്ക് ഏറ്റ പ്രഹരം എന്ന് പറയുന്നത് അതിവലുതാണ്. ഇറാന്റെ നിരവധി ചെറു ബോട്ടുകൾ പൂർണ്ണമായും തകർത്തതായിട്ടും US കപ്പലുകൾ ലക്ഷ്യമാക്കി വന്ന മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞതായും ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വന്ന ഡ്രോണുകൾ ആകാശത്ത് വെച്ച് തന്നെ കത്തിച്ചാമ്പലാക്കി എന്നാണ് പറയുന്നത്. ഇവ ചിത്രശലഭങ്ങളെ പോലെ സമുദ്രത്തിലേക്ക് പതിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പരിഹസിച്ചു. ഇറാൻ ഇപ്പോഴെങ്കിലും ഒരു പുതിയ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറല്ല എങ്കിൽ ഭാവിയിൽ ഇതിലും വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത്.
നിലവിൽ ഇറാൻ ഭരണകൂടത്തെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചിട്ടുള്ളത്. ഭരണതലത്തിൽ ഇരിക്കുന്നത് ഭ്രാന്തന്മാരാണെന്നും അവർക്ക് ആണവായുധം ഉപയോഗിക്കാൻ അവസരം ലഭിച്ചാൽ യാതൊരു സംശയമില്ലാതെ അത് ചെയ്യുമെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ അവർക്ക് അതിനുള്ള അവസരം അമേരിക്ക ഒരിക്കലും നൽകില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ കപ്പലുകൾ ഇപ്പോൾ സുരക്ഷിതമായിട്ട് നാവിക ഉപരോധത്തിന്റെ ഭാഗമായെന്നും ഉരുക്കുകോട്ട പോലെ സേന സജ്ജമാണെന്നും ട്രംപ് പറയുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നം ഉടലെടുക്കുകയാണ്. അങ്ങനെ പറയുന്നിടത്താണ് ഇറാന്റെ ഏറ്റവും വലിയ കരുത്തുറ്റ ആക്രമണം നടന്നിരിക്കുന്നത്. ഹോർമുസ് കടക്കാനൊരുങ്ങിയ കപ്പലുകളെ നിഷ്പ്രഭം കത്തിക്കുന്ന രീതിയിലായിരുന്നു ഇറാന്റെ ആക്രമണം നടന്നത്. പ്രസ്താവനകൾ മാറ്റി മാറ്റി പറയുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്ന് പറയുന്നത് വളരെ വലുതാണ്. യുദ്ധത്തിൽ അങ്ങോട്ട് ആക്രമണം നടത്തി വലിയ രീതിയിലുള്ള തിരിച്ചടി ഏറ്റുവാങ്ങുകയാണ് പതിവ്. അത് തന്നെയാണ് ഇപ്പോൾ ഹോർമുസിലും സംഭവിച്ചിരിക്കുന്നത്. എയർബേസുകൾ മാത്രമല്ല, ഹോർമുസിലെ കപ്പലുകളും ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഇറാൻ ഈ ഒരു കരുത്തിലൂടെ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ഒരു സംഘർഷത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില 6% വർദ്ധിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണയാണ് ഹോർമുസ് തുറക്കുമെന്ന് പറഞ്ഞതോടെ എണ്ണവില കുറഞ്ഞത്. പക്ഷെ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഉടലെടുത്തതോടെ വീണ്ടും എണ്ണവില കുതിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അമേരിക്കയുടെ കപ്പലുകൾക്ക് ഇറാൻ നൽകിയ പ്രഹരം അല്ലെങ്കിൽ മറുപടി എന്ന് പറയുന്നത് ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഹോർമുസ് വളരെ നിർണായകമാണ്. ഹോർമുസ് വഴി 2000-ലധികം കപ്പലുകൾ കടന്നു വരേണ്ടതാണ്. പക്ഷെ അതെല്ലാം അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ആ കുടുങ്ങിക്കിടക്കുന്ന സമയത്തും അവിടെ അമേരിക്ക മുൻകൈയെടുത്ത് കപ്പലുകൾ മുന്നോട്ട് നയിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇറാന്റെ ഈ ഒരു പ്രത്യാക്രമണം നടന്നത്. എന്തായാലും ഇറാൻ വെറുതെ അല്ല അടിച്ചത് എന്നതാണ് മറ്റൊരു കാര്യം. ഇറാന്റെ എണ്ണ ടാങ്കറിന് മേലെ ആക്രമണം നടത്തിയതിന് മറുപടി എന്നോണമാണ് അമേരിക്കയുടെ ഈ കപ്പലുകളെ നശിപ്പിക്കാൻ ഇറാൻ മുതിർന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക നില ഒന്നുകൂടി താന്നു എന്നതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യാൻ സജ്ജമാണെന്ന് പറഞ്ഞാണ് ഇറാൻ നിൽക്കുന്നത്. നമുക്കറിയാം, ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് അമേരിക്കയ്ക്കാണ്. ഒരുപക്ഷെ ഇറാനിലെ ജീവനുകൾ പൊലിഞ്ഞേക്കാം, അവർക്ക് നാശനഷ്ടം ഉണ്ടായേക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ആർക്കാണ് എന്ന ചോദ്യം ഉയരുമ്പോൾ അത് അമേരിക്കയ്ക്കാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു കപ്പൽ ആക്രമണത്തിലൂടെ അവർക്കുണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും അമേരിക്ക ചെലവഴിക്കുന്ന പണത്തിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, യുദ്ധം വന്നതിന് ശേഷം പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് അമേരിക്ക മാറുമോ എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ട്രംപിന്റെ എടുത്തുചാട്ടത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ലോകത്തെ മൊത്തത്തിൽ കുഴപ്പിച്ചിരിക്കുകയാണ്. വളരെ നിർണായകമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഹോർമുസിൽ ഇപ്പോൾ യുദ്ധഭീതി പടരുകയാണ്. ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയ ആവശ്യങ്ങളെല്ലാം ആ കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ യുദ്ധം നീണ്ടുപോയാലും അവിടെ സംഘർഷം ഉടലെടുത്താലും ഏറ്റവും കൂടുതൽ പട്ടിണിയിലാകുന്നതും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നതും ഗൾഫ് മേഖലയിലെ ജനങ്ങളായിരിക്കും. നമുക്കറിയാം, പ്രവാസികളടക്കം നിരവധി മലയാളികളാണ് അവിടെ ജോലി ചെയ്ത് താമസിക്കുന്നത്. അവർക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും. എന്തായാലും ഹോർമുസ് വളരെ നിർണായകമായിട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇറാന്റെ കരുത്ത് എന്ന് പറയുന്നത് അമേരിക്കയെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ ഒരു കപ്പലുകൾ തകർത്തുകൊണ്ട് ഇറാൻ ലോകത്തിന് മുന്നിൽ വീണ്ടും വീണ്ടും കരുത്തുറ്റ രാജ്യമെന്ന് തെളിയിക്കുകയാണ്. എന്തായാലും യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്നതോറും കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഹോർമുസ് അടച്ചിടുന്നത്, ഹോർമുസിലെ യുദ്ധവും അത് ലോകരാജ്യങ്ങൾ ഇരുട്ടിലാകാനും പട്ടിണിയിലാകാനും ഇനി നിമിഷങ്ങൾ മാത്രം മതി.